ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മളെല്ലാവരും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം മടിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന ഏറ്റു ചൊല്ലിക്കൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കടന്നു വരാം. ഇതാ ഇതാ നല്ല സ്വരമുയർത്തി, ഇത്രയും പേരിവിടെ ഇരിക്കുന്നത് സ്വരമുയർത്തി പറയാം. ഇതാ ഇതാ കർത്താവിന്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നരകശക്തികളെ ഓടിപ്പോകും. നമ്മുടെ യാത്രയിലെ ഓരോ കാൽവെപ്പിലും നരകശക്തി, നരകസർപ്പം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു നന്മ ചെയ്തു, അല്ലെങ്കിൽ യൂട്യൂബ് മൊബൈലിലൊക്കെ നമ്മൾ നല്ലൊരു ദൈവികമായ ഒരു ആനന്ദം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനടി ഈ നാരകീയ ശക്തി നമ്മളെ വഴിതെറ്റിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥകളാണ് ഇപ്പോൾ വരുന്നത്, പ്രത്യേകിച്ച് ഈ തലമുറയിൽ. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ചുറ്റും മാറാ രോഗങ്ങൾ, ഇഷ്ടംപോലെ രോഗങ്ങൾ വന്നുകൂടാണ്. അതിനുവേണ്ടി നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ജ്ഞാനം 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിന് കഴിഞ്ഞില്ല. കർത്താവിന്റെ കാരുണ്യം അവരുടെ രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഈ ഒരു വചനം നിങ്ങളുടെ കുടുംബത്തിൽ എഴുതി വെക്കണം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മുറികളിൽ എഴുതി വെക്കുക. അത്രയും ശക്തമായൊരു വചനമാണിത്. ഇനി നമുക്ക് ഈ ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപ് യേശുവേ മാതാവേ എന്ന് നമുക്ക് ഉറക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട്, യേശുവേ മാതാവ്, നമ്മളെല്ലാവരും വലത് കരം ഉയർത്തിക്കൊണ്ട്. അപ്പൊ സിസ്റ്റർ, യേശുവേ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു നിയോഗം വെക്കണം. നമുക്കറിയാം, നിയോഗം എന്ന് പറയുമ്പോൾ കുടുംബ തകർച്ചകൾ, ദാമ്പത്യ തകർച്ചകൾ, മാറാ രോഗങ്ങൾ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഒരു ജോലി ഇല്ലാത്തവർ, ആത്മഹത്യ, നരഹത്യ, ഭ്രൂണഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, ഇങ്ങനെ നിങ്ങൾക്കറിയാം, പെൺവാണിഭം, ഗുണ്ടായിസം, ഈ രാത്രിയിലെ അക്രമം, കൊല, ഇതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവര് ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. ധ്യാന കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഓർഫണേജുകൾ, ഇങ്ങനെ ജയിലറുകൾ തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്കറിയാം, ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ മദ്യപാനമായിരിക്കാം, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, നിങ്ങൾ കുർബാനയ്ക്ക് പോകാത്ത അവസ്ഥയായിരിക്കാം, ബൈബിൾ വായന ഇല്ലാത്ത അവസ്ഥയായിരിക്കാം, ജപമാല ചൊല്ലാത്ത അവസ്ഥയായിരിക്കാം. ഇങ്ങനെ ഒരുപാട് അവസ്ഥകളിൽ നാരകീയ ശക്തി നമ്മളെ പിടിച്ച് തളച്ചിട്ടേക്കാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാശി, വൈരാഗ്യം, വെറുപ്പ് തുടങ്ങിയവ, പ്രിയപ്പെട്ടവരെ, മദ്യാസക്തി, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത തുടങ്ങിയവരെ കെണി പോലെ കാത്തിരിക്കുകയാണ് നമുക്ക് ഈ സമയം. പാപിക്ക് അവന്റെ ചുണ്ടുകൾക്ക് സ്തുതിഗീതം, സ്തോത്രഗീതം ഒരിക്കലും ഇണങ്ങുന്നില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഓരോ സിസ്റ്ററിന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും നിയോഗം വെക്കാം, എന്നിട്ട് വിളിക്കുക. ഓരോ വിളിക്കും ഓരോ നിയോഗം വെക്കാം.
നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം, വഴിതെറ്റിയ അനുസരണക്കേടിൻ്റെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കാതെ അവസ്ഥയായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും ഈ സമയം നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ പോവുകയാണ്. യേശുവേ, യേശുവേ, നമ്മൾ യേശുവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാതാവേ, യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, നിയോഗം വെക്കാൻ മറക്കരുത്. യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, യേശുവേ, മാതാവേ, മാതാവേ, യേശുവേ, യേശുവേ, മാതാവേ, മാതാവേ. യേശുവേ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയുടെ യാമങ്ങളിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ കൃപ ഒഴുകട്ടെ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിന് നല്ലൊരു കരം അടിക്കുക, കൈ വീശുക, കരം ഉയർത്തുക, കൈ കൂപ്പുക, തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കുക. ഇതെല്ലാം സ്വർഗത്തിന് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കരമടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടുത്താം.